ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ജേണിയുടെ 10ാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് മുടി ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണയും പിന്നെ കറ്റാർവാഴയും കേട്ടോ. കറ്റാർവാഴ ഒരു ചെറിയ പീസ് മതിയാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ മുടി വളർച്ച അതിവേഗത്തിലാക്കാൻ നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണിത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യുക. അടിപൊളി അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ആദ്യം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി മുറിച്ചെടുക്കണം കേട്ടോ. വളരെ കുറച്ച് മതിയാവും. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് തയ്യാറാക്കി എടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ഡെയിലി എണ്ണ തേക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്ക് ഈ എണ്ണ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ കറ്റാർവാഴയുടെ അളവും അതേപോലെ തന്നെ എണ്ണയുടെ അളവും ഒക്കെ കുറച്ച് കൂടുതലാക്കി എടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉള്ള എണ്ണ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഒരു പീസ് മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കറ്റാർവാഴ എടുത്ത് നമ്മുടെ എണ്ണയിലോട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ചയൊക്കെ അതിവേഗത്തിലാക്കാനും മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറ്റാനും മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും എന്നിങ്ങനെ വേണ്ട മുടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെ ഇല്ലാതാക്കി നമുക്ക് ഒരാഴ്ചയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയിൽ നമ്മുടെ കറ്റാർവാഴ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ചൂടുവെള്ളം വേണം കേട്ടോ. നമ്മുടെ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ എണ്ണയും കറ്റാർവാഴയും നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചൂടുവെള്ളം എടുക്കാം. അപ്പോൾ ചൂടുവെള്ളം തിളച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ തിളച്ച ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ കറ്റാർവാഴയും എണ്ണയും കൂടിയിട്ടുള്ള ആ ഹെയർ മാസ്ക് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കട്ടെ. ഒരുപാട് വെട്ടി തിളയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇതിലേക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ, അതായത് വെള്ളം തിളയ്ക്കണം എങ്കിൽ കൂടി ഒരുപാട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന രീതിക്ക് ആക്കാതെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെള്ളം നന്നായി തിളയ്ക്കും. അതിലൂടെ നമ്മുടെ ഈ കറ്റാർവാഴയും നമ്മുടെ വെണ്ണയും ചൂടായി കറ്റാർവാഴയുടെ നീര് അതായത് അതിൻ്റെ ബെനിഫിറ്റ് ഫുള്ളും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. അപ്പം അത് എണ്ണയിലേക്ക് ഇറങ്ങി വരുന്ന രീതിക്ക് നമ്മുടെ ഈ എണ്ണ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുക. അതായത് നമ്മുടെ ഈ വെള്ളവും അതേപോലെ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. ഒരുപാട് ഇങ്ങനെ കുതുകുതാന്നിങ്ങനെ വെട്ടി തിളയ്ക്കുന്ന രീതിക്ക് ആക്കണ്ട. ഒരു മിതമായ ഒരു തിള വരുന്ന രീതിക്ക് നമ്മുടെ ഫ്ലെയിം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ നിറമൊക്കെ മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ. അപ്പം നമ്മുടെ കറ്റാർവാഴയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നമുക്ക് ഈ കളറിൽ, അതായത് കറ്റാർവാഴയുടെ ബെനിഫിറ്റ് ഫുള്ളും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി നമ്മുടെ എണ്ണയുടെ കളറ് മാറിയിട്ടുണ്ടാവും, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മാത്രം നമ്മുടെ കറ്റാർവാഴ എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാൻ മാറിയിട്ട് പിറ്റേ ദിവസം നമ്മൾ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കറ്റാർവാഴ അതിലേക്ക് കിടന്നോട്ടെ. എന്നിട്ട് മാത്രം കറ്റാർവാഴ എടുത്ത് കളഞ്ഞാൽ മതിയാകും. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കറ്റാർവാഴ കുറച്ച്, അതായത് ഞാൻ എടുക്കുന്നില്ല, ഇന്ന് രാവിലെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അത് കാരണം ഞാൻ കറ്റാർവാഴ എടുത്ത് കളയാതെ തന്നെ അതിൻ്റെ നീര്
എണ്ണ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ വരും, ഇനി നമുക്ക് മുടിയിൽ നന്നായിട്ട് നമുക്ക് മുടി തഴച്ച് വളരാനായിട്ട് നമുക്ക് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ മുടിയിലെ ജടയൊക്കെ കളയുകയാണ്. നന്നായിട്ട് മുടിയിൽ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ മാസ്ക് ആണെങ്കിലും എണ്ണയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ മുടിയിൽ ജടയൊക്കെ കളയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ മുടിയിൽ ജടയൊക്കെ കളഞ്ഞിട്ട് മുടിയിൽ എണ്ണ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ കറ്റാർവാഴ കൊണ്ടുള്ള ഈ എണ്ണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ്, അതായത് മുടി ഇങ്ങനെ ഉറ്റുറ്റി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചീവാൻ തന്നെ ഇങ്ങനെ ചീപ്പ് വെച്ച് ഇങ്ങനെ ചീവുമ്പോൾ ഇങ്ങനെ ഇറ്റിറ്റ് പോവും അല്ലേ മുടി പലർക്കും. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേസിങ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം നേച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലേ ഇത് രണ്ടും. നമ്മൾ എണ്ണ ഡെയിലി വെക്കുന്ന ആൾക്കാരാണ്. പിന്നെ കറ്റാർവാഴ പറയേണ്ട ആവശ്യമില്ല അല്ലേ. കറ്റാർവാഴയുടെ ഗുണങ്ങൾ അത്രയും സൂപ്പറാണ്. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ അകത്ത് കൂടെ നമ്മുടെ കറ്റാർവാഴ കഴിക്കും അല്ലേ. അത്രയ്ക്കും ഒരു ഔഷധക്കൂട്ടാണ് നമ്മുടെ ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയും കറ്റാർവാഴയും കൂടിയിട്ടുള്ള ഈ ഹെയർ മാസ്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ മുടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇറ്റിറ്റ് പോകുന്ന മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് മുടി ഉള്ളോടുകൂടി വളരാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ വെച്ചാൽ സൂപ്പർ കേട്ടോ. 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ തലയിലെ താരനും അതേപോലെ തന്നെ മുടി കൊഴിച്ചലും മുടി വേരുകൾക്ക് നല്ല സ്ട്രോങ് നൽകാനും മുടിക്ക് നല്ല ഷൈനിങ് തരാനും അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറ്റി മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ എണ്ണ നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.